ഹലോ, ഞാൻ ഇന്ന് ചീസ് രാവിയോളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാം. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ് കേട്ടോ. ഇത് രാവിയോളി, ഇതാണ് രാവിയോളി. ഇതിനുള്ളിൽ ചീസ് ഫില്ലിങ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക, പിന്നെ അതിൽ തക്കാളി ജസ്റ്റ് ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കുക. തൊലി പൊളിച്ചിട്ട് ഇത് അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇതായി. അപ്പോൾ ഇത് എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇത് ചൂടാറുമ്പോൾ തൊലി പൊളിച്ചിട്ട് അടിക്കണം. അതുപോലെ എന്നിട്ട് രാവിയോളി ഇടാം. എന്നിട്ട് ഇത് ഒരു 3 മിനിറ്റ്സിൽ ആവും. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം പാൻ വയ്ക്കുക. കുറച്ച് ബട്ടർ ഇടുക. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായി വഴറ്റുക. ഉപ്പ്, ഗാർലിക്ക് ഇടുക. പൊടിയാണ് കേട്ടോ നല്ലത്. അതുപോലെ തന്നെ ഇതിലോട്ട് തക്കാളീൻ്റെ പേസ്റ്റ് ഒഴിക്കുക. നന്നായി വഴറ്റുക. നമ്മുടെ സോസ് ഉണ്ടാക്കാം കേട്ടോ അതിലേക്കുള്ള. നന്നായി വഴറ്റുക. നന്നായി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി വഴറ്റുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മൈദ ഇടാം. 1 സ്പൂണോ 2 സ്പൂണോ അങ്ങനെ ആയിട്ട് മൈദ ഇടാം. നമുക്ക് എത്ര സോസ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മൈദയുടെ ഇത് നോക്കുക. അപ്പോൾ അതിലേക്ക് മൈദ ഇടാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കുക, കട്ടില്ലാണ്ട് ഇളക്കുക. ശരിക്കും വിസ്ക് വെച്ച് ഇളക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ആവശ്യത്തിന് ഇടുക. നന്നായി ഇളക്കുക. ഇത് ഫുൾ ബട്ടറിലാണ് കേട്ടോ, അതിൽ ഓയിലൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് മിൽക്ക് ഒഴിക്കുക. ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് മിൽക്ക് ഒഴിക്കുക, അല്ലെങ്കിൽ സോസ് സെപ്പറേറ്റ് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഇതിൽ മിൽക്ക് ഒഴിക്കുക. നന്നായി ഇളക്കുക. നന്നായി കട്ട കൂടാണ്ട് നന്നായി ഇളക്കുക. നന്നായി തിക്കായിട്ട് വരും കേട്ടോ. മൈദ ഇട്ടുള്ളതുകൊണ്ട് നല്ല തിക്കൊരു പേസ്റ്റ് രൂപത്തിൽ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഒറിഗാനോ ഇടാം. ഒറിഗാനോ നന്നായി ഇടുക. എന്നിട്ട് നന്നായി ഇളക്കുക. മോളൊപ്പം വന്നിട്ടുണ്ട് ഇളക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടുക. അപ്പോഴേക്കും നന്നായി തിക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ മൊസറല്ല ചീസ് അത് ഇടാം. ഏത് ചീസ് വേണമെങ്കിലും ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ മൊസറല്ലാണ് കൂടുതൽ ടേസ്റ്റ് ഇടുമ്പോൾ. അതിടുക. നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയിട്ട് ഒന്ന് ഇങ്ങനെ പൊട്ടില്ലേ, അപ്പോൾ നമ്മുടെ ഈ രാവിയോളി അതിലോട്ടിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. പാസ്തയിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് നമ്മുടെ രാവിയോളി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.